ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആശ്രമങ്ങളും ഗുരുകുലങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെ നെടും തൂണുകളാണ്. ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സാധന അനുഷ്ഠിക്കുന്നവർ മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടതെല്ലാം ഗുരുവിൽ നിന്നും ലഭിക്കും. ഗുരു പ്രത്യക്ഷ ദൈവമാണെന്ന് കണ്ടാലേ ആത്മീയ വളർച്ച ഉണ്ടാകൂ. ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗുരു ശരിക്കും ഒരു ത്യാഗിയാണോ, സത്യസന്ധനാണോ, യോഗ്യനാണോ, ജ്ഞാനിയാണോ എന്നെല്ലാം നേരിൽ മനസ്സിലാക്കണം. പൂർണ്ണ വിശ്വാസം വരാതെ ആരെയും ഗുരുവായി സ്വീകരിക്കരുത്. ഗുരുവായി ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണ സമർപ്പണമുണ്ടാകണം. എങ്കിലേ ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. ഗുരുഭക്തി എന്ന് പറയുന്നത് പൂർണ്ണ ശരണാഗതിയാണ്. പൂർവ സംസ്കാരമുള്ള അപൂർവം ചില സുഹൃത്തുക്കൾക്കൊഴിച്ച് ആർക്കും ഗുരുകൃപ കൂടാതെ സാക്ഷാത്കാരം സാധ്യമല്ല. ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഗുരു തന്നെയാണ് പ്രത്യക്ഷ ദൈവം എന്ന് കരുതി മുന്നോട്ട് പോകണം. ഗുരുവിൻ്റെ ഏത് നിസ്സാര വാക്കും ആജ്ഞയായി കരുതി അനുസരിക്കണം. അവിടെ സംശയമോ മടിയോ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഗുരുസേവ. അതിനേക്കാൾ വലിയ തപസ് വേറെയില്ല. അനുസരണയുള്ള ശിഷ്യനിൽ ഗുരുകൃപ തനിയേ ഒഴുകിയെത്തും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.